മനോഹറിനെ കൊലപ്പെടുത്തുന്ന സരയുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സരയുണെങ്കിൽ വളരെയധികം പ്രതീക്ഷയിലിരിക്കുകയാണ് കിരണെ വിവാഹം കഴിക്കാനായിട്ട് പറ്റും, കല്യാണിയെ ഇല്ലാതാക്കി കിരണെ തനിക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇതേ സമയമാണ് കിരണാണെങ്കിൽ മനോഹറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ പ്രകാശനാണെങ്കിൽ പറയുന്നുണ്ട്, മനോഹരെ നീ പോയിട്ട് സരയുവിനെ മക്കളുടെ ഒപ്പം നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. എൻ്റെ പന്തികേട്, എൻ്റെ ഗതികേട് എന്ന് പറയുന്നത് എൻ്റെ മക്കളെ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റിയില്ല. എൻ്റെ മകനെ മാത്രമേ ഞാൻ സ്നേഹിച്ചുള്ളൂ. അതുതന്നെയാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് സരയുവിനെ നീ നല്ല രീതിയിൽ നോക്കി നിൻ്റെ ജീവിതമൊക്കെ നീ സന്തോഷപൂർണ്ണമായിട്ട് നയിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കാണാൻ കഴിയൂട്ടോ. അങ്ങനെ മനോഹരാണെങ്കിൽ ജയിലിൽ നിന്ന് നേരെ സരയുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സരയുവാണെങ്കിൽ ഈ കാലമാടൻ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെയും കിരണിൻ്റെയും ജീവിതത്തിനൊരു വലിയ വെല്ലുവിളിയായിട്ട്, തടസ്സമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവനെ ഇല്ലാതാക്കണമെന്നുള്ള ചിന്ത സരയുവിന് വരുന്നത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ സരയു മനോഹറിനോട് അടുപ്പത്തിൽ അങ്ങോട്ട് പെരുമാറി മനോഹറിനെ ചാക്കിട്ടിരുത്തുന്നു. കൂടാതെ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ വിഷം കലർത്തുന്ന ഒരു കാഴ്ച. ഒടുവിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹറിന് ഊട്ടിക്കഴിയുമ്പോൾ, മനോഹറിന് തലകറങ്ങുമ്പോൾ നമ്മുടെ സരയുവാണെങ്കിൽ മനോഹറിനെ തലക്കടിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. നീ എന്താണ് വിചാരിച്ചത്? ഞാൻ നിന്നെ സ്വീകരിക്കുമെന്നോ? എനിക്ക് മാറ്റം വന്നുവെന്നോ? എനിക്ക് കിരണേട്ടനെ വേണം, അതിന് നീ ഈ ഭൂമിയിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മനോഹരനെ വധിക്കാനായിട്ടൊരുങ്ങുന്ന സരയുവിനെ നമുക്ക് കാണാനായി